നോർത്ത് പറവൂർ നഗരസഭ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംവിധാനം എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ 27 വർഷം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളെയും അതേപോലെ ഓക്സിലറി ഗ്രൂപ്പ് അവരെയെല്ലാം സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് അരങ്ങ് 2025 നമ്മുടെ സഹോദരിമാരുടെ സർഗാത്മകമായ കഴിവുകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ അതിനൊരു വേദി ഒരുക്കുക എന്നുള്ള ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അരങ്ങ് 2025 ഇവിടെ സംസ്ഥാന സർക്കാർ കാരണം കേരളത്തിലാകമാനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പറവൂർ നഗരസഭയിലും ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. CDS ചെയർപേഴ്സൺ പുഷ്പലത വിജയൻ അധ്യക്ഷയായി. കുടുംബശ്രീ 27ാം വാർഷികത്തിനോടനുബന്ധിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയൽക്കൂട്ട അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സാമ്പത്തിക ശാക്തീകരണത്തിനും സാമൂഹിക ശാക്തീകരണത്തിനും ഉതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ കുടുംബശ്രീ താഴെത്തലം മുതൽ നടത്തി വരുന്നു. സ്ത്രീകളുടെ വ്യക്തിത്വ വളർച്ചയിലും സാമൂഹ്യ പങ്കാളിത്തത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും ഈ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതിനും സർവ്വതല സ്പർശിയായ വികസനം ഉറപ്പിക്കുന്നതിനും കലാപരവും കായികപരമായ വികസനം അനിവാര്യവുമാണ്. നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു മുഖ്യ പ്രാസംഗികനായിരുന്നു. ആ ചൂണ്ടുപലക കുറെ കൂടി ശാക്തീകരിക്കാൻ പാവപ്പെട്ടവർക്കും നമ്മുടെ സമൂഹത്തിലെ അശരണരായ ഒട്ടേറെ പെരുപ്പമുണ്ട്. അവരെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത CDSനും ADSനും CDSൻ്റെ പ്രവർത്തകർക്കുമാണ്. അപ്പോൾ നമുക്കിനി ഒട്ടേറെ കാതം ദൂരം മുൻപോട്ട് പോകാനുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയാണ് ഈ തരത്തിലുള്ള പരിപാടി. കഴിഞ്ഞ ദിവസം കൗൺസിലർമാരായ അനു വട്ടത്തറ, ഗീതാ ബാബു, ആശാ മുരളി, CDS ഭാരവാഹികളായ രാജി ജിജീഷ്, EV രമണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാസാഹിത്യ മത്സരങ്ങൾ നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.